നമസ്കാരം. ഒരു കാലത്ത് ശക്തമായ വിപ്ലവങ്ങളിലൂടെ വളർന്ന പാർട്ടി ഇന്ന് ഒരാളുടെ തീരുമാനങ്ങളിലേക്ക് ചുരുങ്ങി ചെറുതായി പോയ സംഘടന. CPM സംഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ സജീവമാകുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഇത് ശരിക്കും സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ആത്മപരിശോധനയാണോ, അതോ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ വിമർശനങ്ങൾ മറികടക്കാനുള്ള മറ്റൊരു രാഷ്ട്രീയ നാടകമോ? കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നേതൃത്വ ശൈലിയെക്കുറിച്ചും അധികാരം കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടി സംവിധാനങ്ങൾ ദുർബലമാവുകയും തീരുമാനങ്ങൾ ഏതാനും പേരിലേക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടുവെന്ന വിമർശനം രാഷ്ട്രീയ നിരീക്ഷകരും ചില മുൻനിര നേതാക്കളും പോലും പ്രത്യക്ഷമായും പരോക്ഷമായും ഉന്നയിച്ചിട്ടുണ്ട്. സംഘടനയേക്കാൾ വ്യക്തി പ്രബലമായാൽ പ്രസ്ഥാനത്തിന്റെ കരുത്ത് ക്ഷയിക്കുമെന്നതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം. എന്നാൽ ഇന്ന് പാർട്ടി എന്ന ആശയത്തെക്കാൾ ഒരു നേതാവിന്റെ രാഷ്ട്രീയ നിഴലാണ് കേരളത്തിലെ CPM-നെ നിർവചിക്കുന്നതെന്ന വിമർശനമാണ് കൂടുതൽ ശക്തമാകുന്നത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ നേതൃത്വത്തെയും സംഘടനാ രീതികളെയും കുറിച്ച് പാർട്ടിക്കുള്ളിൽ പുനഃപരിശോധനാ ചർച്ചകൾ ശക്തമായതായി റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാപരമായ തിരുത്തൽ നടപടിയിലേക്ക് CPM കടക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയെന്നും ഏതു രീതിയിലുള്ള തിരുത്തൽ നടപടികളാണ് വേണ്ടതെന്നും ചർച്ച ചെയ്ത് കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ വിശാല സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 2-ാം വാരം കോഴിക്കോട് നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പോഷക സംഘടനയുടെ ഭാരവാഹികൾ എന്നിവരാണ് പ്രതിനിധികളാവുക. തുടർഭരണം പാർട്ടിയെ സജീവമാക്കിയിട്ടുണ്ടെന്ന വിലയിരുത്തൽ എല്ലാ ഘടകങ്ങളിലുമുണ്ട്. നേതാക്കളുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും സാധാരണക്കാരെ അകറ്റുന്ന രീതി ഉണ്ടായി. ഇക്കാര്യങ്ങളിലെല്ലാം തിരുത്തൽ വേണമെന്ന ആവശ്യം ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള തിരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളിൽ ഉയർന്നു വന്നതാണ്. കഴിഞ്ഞയാഴ്ച 3 ദിവസമായി ചേർന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തിരുത്തൽ വേണ്ട കാര്യങ്ങളുടെ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ചായിരിക്കും വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയും ചർച്ചയും തീരുമാനങ്ങളും ഉണ്ടാക്കുക. ഇത് പ്രത്യേക രേഖയായി പാർട്ടി അംഗീകരിക്കും. ഈ മാസം 23, 24 തീയതികളിൽ CPM സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. അതിൽ വിശാല യോഗത്തിന്റെ നടപടിക്രമങ്ങൾ തീരുമാനിക്കും. സംസ്ഥാനത്തെ പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് സമാന രീതിയിലുള്ള ചേരിതിരിവ് രൂക്ഷമായിട്ടുണ്ട്. നേതൃമാറ്റമില്ലാതെ പാർട്ടിക്ക് ഊർജം വീണ്ടെടുക്കാനാകില്ല എന്നും പ്രവർത്തകർക്ക് ആത്മവീര്യം ഉണ്ടാക്കിയെടുക്കാനാകില്ല എന്നുമുള്ള വിമർശനം ശക്തമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഈ വിമർശനങ്ങൾ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധത്തിലും അതൃപ്തിയുണ്ട്. 102 എന്ന വലിയ അംഗസംഖ്യയാണ് ഭരണപക്ഷത്തിന്റെ ശക്തി. അതിനെ 35 LDF അംഗങ്ങളുമായി നേരിടണമെങ്കിൽ മുൻപില്ലാത്ത സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തെ നയിക്കാനും തലമുറ മാറ്റം വേണമെന്നതാണ് മറ്റൊരാവശ്യം. ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ളതാണ്. ബംഗാളിലും വിശാല സംസ്ഥാന സമിതി വിളിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശക്തി അതിന്റെ ആശയത്തിലും കൂട്ടായ നേതൃത്വത്തിലുമാണ്, ഒരൊറ്റ വ്യക്തിയുടെ ജനപ്രീതിയിലല്ല. സംഘടനാ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ ഫലം കാണണമെങ്കിൽ പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് കൊണ്ടോ ചട്ടങ്ങൾ തിരുത്തുന്നത് കൊണ്ടോ മാത്രം മതിയാകില്ല. പാർട്ടിക്കുള്ളിലെ ഭിന്നാഭിപ്രായങ്ങൾ തുറന്നു കേൾക്കാനും വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും അധികാരത്തിന്റെ അമിത കേന്ദ്രീകരണം കുറയ്ക്കാനും കഴിയണം. ഇല്ലെങ്കിൽ പരിഷ്കാരം എന്ന പേരിൽ നടത്തുന്ന മാറ്റങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തമാക്കിയത് വ്യക്തിപൂജയല്ല, കൂട്ടായ നേതൃത്വവും ആഭ്യന്തര ജനാധിപത്യവുമായിരുന്നു. ആ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ ഇപ്പോഴത്തെ നീക്കങ്ങൾ, അതോ പഴയ രീതികൾക്ക് പുതിയ പേര് നൽകുന്നതാണോ എന്ന ചോദ്യത്തിനാണ് ഇനി പാർട്ടി ഉത്തരം നൽകേണ്ടത്. സംഘടനയേക്കാൾ നേതാവ് വലുതാകുന്ന നിമിഷം പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ നഷ്ടപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ഈ ചർച്ചകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്.